അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് കോളേജ് കഴിഞ്ഞ് അതാ ആഷി ഐഷുവിനെ കാത്തു നിൽക്കാണ്. അവൻ വാച്ചിലേക്ക് നോക്കി. ആഹാ, 10 മിനിറ്റായല്ലോ, എന്തീ പെണ്ണിനെ കാണാനില്ലാത്തത്? ആഷിക്ക് തിരിഞ്ഞു നോക്കി. അവൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ ആയിഷ വരുന്നില്ല. ഈ പെണ്ണിനത് എന്തു പറ്റി? ശേ. എന്നാൽ ആടിപ്പാടിക്കൊണ്ട് അതാ ഷംനയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് വരുന്നു. അവൻ ആ കണ്ണാടിയിൽ നോക്കി. ബെസ്റ്റ്. എന്താ ഇത്? ഐഷു, എന്താ ഐഷു എത്ര സമയം എണ്ണയും കത്തിച്ച് ഇവിടെ നിൽക്കുന്നത്? ഇക്കാക്ക് എന്തിനാ സ്റ്റാർട്ടാക്കിയതപ്പോഴേക്കും? അല്ലെങ്കിൽ സ്കൂൾ വിട്ട് ഓടി വരുന്ന നീ സ്റ്റാർട്ടാക്കാതെ തിരക്കാക്കലാണല്ലോ. ഇന്നിപ്പോൾ എന്ത് പറ്റി? ഒന്നുമില്ല. ആഹാ, ഇന്നെന്ത് നിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ കാണുന്നുണ്ടല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല, ഇക്കക്ക് വണ്ടി എടുക്ക്. ആഷി വണ്ടി എടുക്കുമ്പോഴേക്കും അവൾ ബൈക്കിൽ കയറി. പെട്ടെന്ന് ഷംന ചോദിച്ചു, അല്ല, എന്നും ഇക്കാക്കാൻ്റെ പിന്നാലെ എങ്ങനെ പോയാൽ മതിയോ? എന്നാ നിങ്ങളെ ട്രിപ്പ്? അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു പറഞ്ഞു, അതൊക്കെ ഉണ്ട് മോളെ, അതൊക്കെ പറയും വഴിയെ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവർ സ്പീഡിൽ പോകുന്നു. ഐഷു, ഇന്നെന്താ ലേറ്റായത് പെണ്ണേ? ഇക്ക, അതൊന്നുമില്ല, വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഓ, ഇന്നലേക്ക് നിൻ്റെ മുഖത്ത് ഒരു ഏത്തക്കൊട്ട ഉണ്ടായിരുന്നല്ലോ, ഇന്നിപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ. ഇക്ക, ഒന്നുമില്ല, അത് ചില സമയത്ത് നമുക്ക് ഹാപ്പിനെസ് വരുമല്ലോ. എന്താടി, ഇന്ന് നിൻ്റെ കണവൻ എന്തെങ്കിലും ഒപ്പിച്ചോ? ഒരു നിമിഷം ആയിഷു ഈ ആഷിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ആഷിയെ ഒരു നുള്ളു കൊടുത്തു. ഹോ, എൻ്റെ പെണ്ണെ, എന്നെ നുള്ളല്ലേ. 2 ദിവസത്തിനൊരു സുഖം സമാധാനം ഉണ്ടായിരുന്നു. വേഗം ഒന്ന് വണ്ടി വിട്ടേ, അതൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? ആഷിയെ ഒരു അടിയും കൊടുത്തുകൊണ്ട്, എൻ്റെ പെണ്ണെ കൺട്രോള് പോവട്ടോ, ഞാൻ ഈ ബൈക്കിലാണ്, നടുറോട്ടിലാണ്, ഈ മറക്കണ്ട. അതെ, 2 ദിവസം കിട്ടാത്തത് ഇരട്ടി കൊണ്ട് തരും, എനിക്ക് ഉറപ്പുണ്ട്. 2 ദിവസം നീ അങ്ങനെ മൈൻഡിൽ നിൽക്കുകയാണെങ്കിൽ 3-ാമത്തെ ദിവസം ശക്തമായി തിരിച്ചു വരും, എന്നെ പ്രഹരം തുടങ്ങും, കിട്ടി തുടങ്ങി എനിക്ക്, എൻ്റെ ഓരോ കഷ്ടകാലമേ എന്ന് ആഷി പറഞ്ഞു. പിന്നെന്താ, പെങ്ങന്മാരുണ്ടാകുമ്പോഴേ അടിനുള്ളും കുത്തൊക്കെ കിട്ടും, അതങ്ങനെയാണ്. ഓ, എന്നും മറ്റതുപോലെ എത്ര നന്നായിരുന്നു. അതെ, ആ മൂടി പുതിച്ച ആ ഒരു വീർത്ത മുഖവുമായി നിൽക്കുമ്പോൾ യാതൊരു മൈൻഡും ഉണ്ടായിരുന്നില്ല. എന്തിന്? ഒന്നുമില്ല, ജവാബുമില്ല, കബൂലുമില്ല, കളിയില്ല, മിണ്ടാട്ടമില്ല, ചിരിയില്ല. അങ്ങനെ ആയിരുന്നു നല്ലത്. അങ്ങനെയാണ് എൻ്റെ തടിക്ക് കേടില്ലായിരുന്നു. എൻ്റെ തടി ഇതാ വീണ്ടും കേടാവൽ തുടങ്ങിയേ. ഇക്കാക്ക മിണ്ടാതെ വണ്ടി ഓടിച്ചേ. എന്താടി, ധൃതി ഉണ്ടോ വീട്ടിൽ പോന്? ഇന്ന് തൽക്കാലം പോണില്ല, പുഴവക്കത്തൊന്ന് മീൻ പിടിച്ചിരിക്കട്ടെ കുറച്ച് സമയം. ഓ, ഇക്കാക്കാക്ക് പിന്നെ ചൂണ്ടയിടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണല്ലോ. തൽക്കാലം എന്നെ അവിടെ ആക്കിയിട്ട് വന്നാൽ മതി. അല്ല പെണ്ണെ, ഇന്നെന്താ എനിക്ക് ഇത്ര ധൃതി? പറ. അല്ല, ഈ കോളേജിലേക്ക് ഫോൺ അലൗഡ് അല്ലല്ലോ. അല്ലെങ്കിൽ മനസ്സിലായി, ഫോണ് കയ്യിൽ കിട്ടാനുള്ള പരിപാടിയാണല്ലേ മോളെ. ബെസ്റ്റ്. ആഹാ, ഫോണ് കയ്യിൽ കിട്ടിയാലേ നമ്മളൊന്നും വേണ്ട, നീ അങ്ങ് റൂമിലേക്ക് അങ്ങോട്ട് പറയിപ്പിക്കണ്ടനോണ്ട്. പിന്നെന്തൊക്കാക്ക, എന്താണ് നിനക്ക് ഇന്നെന്താ എത്ര പ്രത്യേകത? മറ്റേ ഫോണ് വേണ്ട, സ്വിച്ച് ഓഫ്. എന്തൊക്കെയായിരുന്നു അവർ തമ്മിൽ, സ്വിച്ച് ഓഫും മിണ്ടായികയും എന്തൊക്കെയായിരുന്നേ. ഇനിയിപ്പോൾ പറയേണ്ടി വരില്ല, ഫോണ് കയ്യിൽ കിട്ടാൻ തുടങ്ങും വീഡിയോ കോള്. അതിനല്ലേ മോള് ധൃതി പിടിച്ച് പോകുന്നത്? ഇക്കക്ക പ്ലീസ്. അതെ, കല്യാണം കഴിഞ്ഞ ആൾക്കാരെങ്ങനെയോടൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഇക്കാക്കൊക്കെ ചെറിയ പയ്യനാണ്. നീ ഒന്ന് പോടി പെണ്ണെ, ഞാനല്ലേ നിൻ്റെ കല്യാണമൊക്കെ സെറ്റാക്കി തന്നത്. പിന്നെ ഉസ്താദുമാരോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിനക്ക് ആദ്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഉസ്താദ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൗഢിയാണ്, എന്താ അറിയില്ല, അതൊരു മഹത്വമാണ്. എന്നാൽ പലർക്കും അതിഷ്ടമല്ല. അയ്യേ, ഉസ്താദുമാരെ കൂടെയുള്ള ജീവിതം എന്ന് വെച്ചാൽ ഭയങ്കര മൂടിപ്പൊതച്ച ഒരു ഹാപ്പിനെസ്സും ഇല്ലാത്ത ജീവിതമായിരിക്കും ഉസ്താദുമാരെ കൂടെയുള്ള ജീവിതം. ഓ, ഞാനില്ലേ, എനിക്ക് വേണ്ടേന്ന് പറയും. പക്ഷേ ഉസ്താദിനെ കല്യാണം കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു രസം എന്താണെന്ന്. ഉസ്താദെന്ന് കേൾക്കുമ്പോൾ പലരുടെയും മുഖത്ത് ഞാൻ കണ്ടിട്ടുള്ളത് എന്തോ ഒരു ഇതാണ്. ഓയ് ഉസ്താദോ? അയ്യേ, ഉസ്താദോ? അത് വേണ്ട. എന്തുകൊണ്ടാണെന്നറിയില്ല, സാധാരണ ഒരു പുരുഷനേക്കാൾ മഹത്വമുള്ളവരാണ്
ഉസ്താദ് എന്ന് പറഞ്ഞ ആളുകൾ, തലപ്പാവണിഞ്ഞ വെള്ള വസ്ത്രധാരികൾ. അങ്ങനെ ഒരാളെ ഇണയായി തരണേ എന്ന് ഞാൻ നിത്യം അള്ളാഹുവിനോട് ദുആ ചെയ്യലുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ആഗ്രഹം ഇത്ര പെട്ടെന്ന് സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ലല്ലോ. സത്യമായിട്ടും ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിനുള്ളിലേക്ക് കടന്നു വരൽ പടച്ച റബ്ബിന് ഭയമുള്ള 5 വക്തും സുന്നത്തുകളും നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുന്ന, ഭാര്യയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന, കുടുംബങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന, അത് ഭാര്യയ്ക്ക് കൂടുതൽ ഭാരമുള്ള പണിയൊന്നും കൊടുക്കാതെ എല്ലാം ഷെയർ ചെയ്ത് അവരുടെ ജീവിതം തന്നെ വളരെയധികം ഹാപ്പിനെസ് ആയിരിക്കുന്ന ആ ഒരു ചിന്താഗതിയാണ്. അതെ, ശരിയാണ്. അവരെന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും പഠിച്ചവരായതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അവർ ഭാര്യമാരെ ഇടങ്ങാറാക്കില്ല, ഉപദ്രവിക്കില്ല. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അവർ പിൻപറ്റുന്നവരായിരിക്കും. അതൊക്കെയാണ് ഉസ്താദി എന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരുമ്പോൾ മനസ്സിൽ വന്ന സ്വപ്നങ്ങൾ അതൊക്കെയാണ്. ശരി തന്നെയാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണല്ലോ അവർക്ക് കൂടുതലായിട്ട് ഒരു പവിത്രത തോന്നുന്നതും. എന്തായാലും അൽഹംദുലില്ലാ, എൻ്റെ ഉസ്താദ് അതെ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ ഒരു ഫ്രീക്കൻ ഉസ്താദാണ് എന്നെ കാണാൻ വന്നിട്ടുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിക്കാഹം കഴിഞ്ഞു. എത്ര പെട്ടെന്നാണെന്ന് എനിക്ക് അത് ഓർക്കാൻ കൂടി കഴിയണില്ല. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. വീട്ടിൽ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴുള്ളൊരാഗ്രഹമായിരുന്നു ഉസ്താദ്. അതെ, ഉസ്താദിന് കല്യാണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ. എന്നാൽ അന്ന് ക്ലാസ്സിലേക്ക് കയറി വന്ന ആ ഒരു ഉസ്താദ്, അതെ അതൊരിക്കലും എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ജീവൻ്റെ പാതിയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഹബീബ് ഉസ്താദ്, അല്ലാഹ്, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, ഞാൻ മാത്രമല്ല എല്ലാ പെൺകുട്ടികളും. അതുപോലെ അല്ലാഹ് എനിക്ക് അത് നൽകി. റബ്ബേ, ഇനി എൻ്റെ കയ്യിൽ നിന്ന് അത് നീ തട്ടിയെടുക്കല്ലേ അല്ലാഹ്. അത് മാത്രമേ എനിക്ക് ദുആ ചെയ്യാനുള്ളൂ. ഐഷു, ഐഷു. ബൈക്കിൽ പോകുമ്പോൾ ആഷിയുടെ വിളി കേട്ടിട്ടാണ് അവൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നത്. ആ ഇക്ക. അല്ല, എന്തപ്പോൾ കുറച്ച് സമയത്ത് ഒരു നിശബ്ദത, മിണ്ടണമില്ല, അടിക്കണമില്ല, നുള്ളണമില്ല എന്ന് പറഞ്ഞ പോലെ. എന്തു പറ്റി വീണ്ടും? ഞാൻ ഓരോന്ന് ആലോചിച്ചു. എന്താടി? എനിക്ക് പറഞ്ഞു തരുമോ? ഒന്ന് പോവാശിക്ക, ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചോദിക്കരുത് കേട്ടോ. അല്ല പെണ്ണേ, എനിക്കും ഉണ്ടാവില്ല അറിയാനൊരാഗ്രഹം. പറ, എന്താണ്? ഒന്നുമില്ല ആഷിക്ക, ഉസ്താദ്മാരെ കുറിച്ച് ഓർത്തു പോയതാ. എൻ്റെ ആഷിയും ഒരു ഉസ്താദാണല്ലോ. അല്ല ആഷി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടി? ആഷിക്ക് ആരെ വിളിക്കുന്നത്? ഒന്നുമില്ല, സത്യം പറഞ്ഞ ആഷി. ആരെ വിളിച്ചത്? എന്താ പെണ്ണെ നീ ഇങ്ങനെ ഇതിങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അല്ല ആഷി, സത്യം പറയാം, ആരെങ്കിലും ഉണ്ടോ? അല്ലേ? എന്താ പെണ്ണെ, ഉസ്താദുമാരൊക്കെ ആര് പ്രേമിക്കാനാ? ആര് പറഞ്ഞു? എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഉസ്താദ് ഫാൻസാണ്. എല്ലാവരും അങ്ങനെ ആവില്ലല്ലോ. അതെ, ഫ്രീക്കൻ ഉസ്താദുമാരെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? നിനക്കൊരു ഫ്രീക്കനെ കിട്ടിയല്ലോ, അതുപോരെ. അങ്ങനെ അവർ സംസാരിച്ച് അതാ വീട്ടിലെത്തുന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. അന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി കടന്നു വരുന്ന ഐഷുവിനെ കണ്ട് ഉമ്മ ഞെട്ടി. ഹോ എൻ്റെ റബ്ബേ, വഅലൈക്കും അസ്സലാം. ഞാനും വിചാരിച്ചു ഇന്നീ കുട്ടിൻ്റെ മുഖം വീർപ്പിച്ചാണ് വരിക എന്നുള്ളത്. ഉമ്മ, ഇന്നെന്തോ കോൾ അടിച്ചിട്ടെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ എങ്ങനെ ഇത്രമാത്രം ആയുഷോ? ആയിക്കോട്ടെ മോനെ, ഞാൻ ആൾക്ക് പേടിച്ചിരുന്നു. കാരണം ഇവളിങ്ങനെ മൂഡ് ഓഫായി നിൽക്കുക, ഫോണ് സ്വിച്ച് ഓഫ് ആക്കുക, എന്ത് സംഭവം? ഞാൻ വിചാരിച്ചു ചെയ്തു ഓരോരുത്തർക്ക് കിട്ടായ ചിത്രം നല്ല സോലിഹായ ഭർത്താക്കന്മാരെ. ഇത് കിട്ടിയതിന് നമ്മൾ തട്ടിത്തെറിപ്പിക്കാൻ പാടുണ്ടോ? അതും ഞാൻ വിചാരിച്ച റബ്ബേ, ഇവളെ മനസ്സിൽ വേറെ വല്ല ചിന്തകൾ എങ്ങാനും കയറി കൂടിക്കണോ? ഇപ്പോഴാ സമാധാനമായത്. എന്തുമ്മ അങ്ങനെയൊക്കെ എനിക്ക് കൂടുമോ? അല്ലേ, പറയാൻ പറ്റൂലേ. നല്ലൊരു സോലിഹായ ഭർത്താക്കന്മാരുണ്ടാവും, പിന്നെ വേറൊരു ബന്ധം ഉണ്ടാവും. അങ്ങനെ എത്ര കഥകൾ. ഉമ്മ, ഐഷു അത്തരക്കാരിയല്ല കേട്ടോ. എനിക്ക് ഒരാളെനിക്കുണ്ടെങ്കിൽ മരിക്കോളം അദ്ദേഹത്തെ മാത്രമായിരിക്കും. അല്ലാതെ അതിനിടയ്ക്ക് വേറെ ആരും കയറി വരൂല എൻ്റെ മനസ്സിലേക്ക്. ഞാൻ അത്ര മോശമൊന്നല്ല. അല്ല മോളെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം.
അല്ലേ ഇത് ഇവനോട് ഇങ്ങനെ നിൽക്കുക ഇനി വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? പറയാൻ പറ്റൂലല്ലോ. കോളേജൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഇനിയിപ്പോൾ എങ്ങനെ ആയാലും. എങ്ങനെ ഉമ്മ, ഞാൻ ആഷിഖാൻ്റെ പിന്നിലല്ലേ വരുന്നത്, പിന്നെ എങ്ങനെ? മോളാവൊന്നും പറയാൻ പറ്റൂല. പടച്ച റബ്ബ് കാക്കട്ടെ ഷെയ്ത്താൻ്റെ ഷെറിനെ തൊട്ട്. ആമീൻ. വാ മോളെ, ഇന്ന് അല്ലേ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ, വാ. അല്ലുമ്മ, ഇന്നെന്താ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചേക്കണത്? ഉമ്മച്ചിൻ്റെ മരുവനെങ്ങനെ വരുന്നുണ്ടോ? ആടി കള്ളി, വെറുതെ അല്ല. വല്ലാത്തൊരു ചിരിയും കളിയും വർത്താനൊക്കെ. എന്താ വിളിച്ചോ? അനക്ക് വിളിച്ചൂടെ? എൻ്റെ കെട്ടിയോനല്ലേ, വരാൻ പറയും. ഞാൻ ഉണ്ണിയപ്പം വെറുതെ ഉണ്ടാക്കിച്ചതാ, മരുവൻ വരുമെന്ന് കരുതിയിട്ടൊന്നുമില്ല. മരുവന് ചായ അടിക്കാൻ നേരം വേണ്ട, വേഗം പോകൂലേ. അന്ന് സുബഹിക്കന്നെ എണീറ്റ് പോയിക്കണ്. വിളിച്ചു നോക്ക് പെണ്ണെ, ആഷിനോട് വിളിക്കാൻ പറയല്ലെങ്കിൽ. ആഷി വേണ്ടട്ടോ. പിന്നെന്താ ഉമ്മ അങ്ങനെ വിളിക്കണ മോശമല്ലേ? അവർ സ്വന്തം വരിക എന്നല്ലാതെ. എൻ്റെ പെണ്ണെ, നല്ല രസമുള്ള ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ, നീ വിളിച്ചു നോക്ക്. എൻ്റെ പൊന്നാരുമ്മാ. ഹോ, എന്നാ മോളെ ചായ കുടിക്ക്. ഞാനിപ്പോൾ വരാം. സത്യം പറഞ്ഞാൽ അന്ന് മോള് നല്ല ഉത്സാഹത്തിലാണ്. എന്തെന്നറിയില്ല, അവൾക്ക് ഹബീബ് ഉസ്താദിനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം. അതെ, എന്തായാലും ഇന്ന് ഹാദിയക്കിട്ട് ഉസ്താദ് നല്ലൊരു ഊക്കൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഹാദിയമാരും കേൾക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത് നന്നായി. പക്ഷെ എന്നാലും ഇപ്പോൾ അവൾ പറഞ്ഞ കാര്യം, ഷംന പറഞ്ഞ കാര്യം, അത് ഉസ്താദിനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. വേണ്ട, അതിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കണ്ട. ഒരു നിമിഷം അവൾ റൂമിലേക്ക് കടന്നു ഫ്രഷായി കണ്ണാടിയിൽ നോക്കി. അതെ, കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അവൾ അവളുടെ ആ മുഖം തന്നെ കണ്ട് മുഖത്തോട് സംസാരിക്കുകയാണ്. ഓ ഐഷു, നീ ഹിജാബൊക്കെ ധരിച്ചിട്ട് അതിമനോഹരമായിരിക്കുന്നു കേട്ടോ. ഓ, ശരിക്കും ഹബീബ് ഉസ്താദ് തന്നോട് പറഞ്ഞ ആ ഒരു വാക്കുകൾ, അതെനിക്ക് മറക്കാൻ കഴിയണില്ല. ഇക്ക ആണോ? അവൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. പെട്ടെന്നുമ്മ വാതിലിൽ വന്ന് മുട്ടി. ഐഷു, ഐഷു, ആരാ പെണ്ണെ, ആരോടെ സംസാരിക്കണേ? ഇല്ലമ്മ, ഞാൻ വെറുതെ. ഞാൻ വിചാരിച്ചു എന്തപ്പോ. അല്ല, ചായ അടിച്ചിട്ട് ഫോണൊക്കെ ചെയ്യൽ തുടങ്ങാം, ഇങ്ങോട്ട് പോര്, വാ. ഉമ്മ മുകളിലേക്കാണ് കയറി വന്നിട്ടുള്ളത്. ഓ എൻ്റെ ഉമ്മ, എന്താടി ചായ കുടിക്കണില്ലേ? ആഷി, മോനെ ആഷി, വാ വരി. രണ്ടുപേർക്കും ഉമ്മ അതാ ചായ ഒഴിക്കുന്നു. ഉമ്മ മതി, എന്നാൽ വേഗം കുടിച്ചോളി രണ്ടുപേരും. എന്നിട്ടേ ചായയുടെ കഴിഞ്ഞിട്ട് രണ്ടാളും തല്ലുടിക്കോളിട്ടോ. അത് കേട്ട് ഐഷുവും ആഷിയും, എൻ്റെ ഉമ്മച്ചി ഞാൻ പറയട്ടെ, ആഷിക്ക് പറയാണ്. എന്താടാ? 2 ദിവസം ശരിയാണ്, എനിക്ക് ഒരു ഒച്ചപ്പാടും ബഹളും ഇല്ലായിട്ട് അല്പം മൂഡ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇന്ന് അടി തുടങ്ങിയിരിക്കണ്. ഓൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് തോണ്ടില്ലേ ഓൾക്ക് വികൃതി കൂടുന്നത്. ഇന്ന് 36 നല്ല സന്തോഷത്തിലാണ്. എന്തൊക്കെ തന്നെയാണ്, പഠിച്ചോ ഹയറിലാക്കട്ടെ. അതെ, പിന്നൊരു കാര്യം, ഇത് നീ കെട്ടിച്ച വീട്ടിലേക്ക് പോകേണ്ട പെണ്ണാണ്, എന്നും ഇവിടെ സ്ഥിരമായി നിൽക്കേണ്ട പെണ്ണല്ല കേട്ടോ. അതായത് എപ്പോഴും നിനക്ക് ഞാൻ ചായയും വെള്ളമൊന്നും ഇങ്ങനെ പിന്നാലെ തരുന്ന പോലെ അവർ തരുന്നില്ല. ഉണ്ടാക്കി കുടിക്കേണ്ടി വരും, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ അവിടെ പോയി വിളിക്കാനും ഇവിടെ പോയി വിളിക്കാനൊക്കെ ഇന്ന് ഞാനുണ്ട്. നാളെ കെട്ടിച്ച് വീട്ടിൽ പോയാലേ അമ്മായിമാനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കരുത് കേട്ടോ. ഒക്കെ നല്ല മട്ടത്തിലും ഇതിലും അവിടെ ചെയ്ത് കൊടുക്കണം. അതുമല്ല, ആ വീട്ടിൽ നല്ലൊരു അച്ചടക്കത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടി അവിടെ ബാപ്പയായാലും ഉമ്മയായാലും അവരൊക്കെ ബഹുമാനിച്ച് നല്ല രീതിയിൽ നിൽക്കണം. അങ്ങനെയുള്ള പെൺകുട്ടികളെ എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ കുറച്ചൊക്കെ അടുപ്പത്ത് ഇറങ്ങിയിട്ടേ പണിക്കൊക്കെ ഒന്ന് സഹായിക്കും വേണം. എപ്പോഴും ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നാലേ ഒന്നും നടക്കൂല. കാരണം എല്ലാവർക്കും ഇഷ്ടം കുക്കിംഗ് ഒക്കെ അറിയുന്ന പെൺകുട്ടികൾ തന്നെ ആയിരിക്കും. ഐഷു ഒന്നും അറിയില്ലല്ലോ, കല്യാണം ആകുമ്പോഴത്തേന് കുറച്ച് കുക്കിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. ഉമ്മ എനിക്കറിയാലോ. നിനക്കറിയാം, എനിക്കറിയാം. ചായ ഉണ്ടാക്കാനും അറിയാം, ഓംലേറ്റ് ഉണ്ടാക്കാനും അറിയാം. പോരെ, ബെസ്റ്റ്. ഒരു ചോറും കറിയും ഈ വരെ വെച്ച് നോക്കിക്കണോ? എൻ്റെ പൊന്നാരും ഉമ്മച്ചി ഉണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് ഇടം തരണ്ടേ അവിടെ. ഈ വെച്ചാകുമ്പോഴത്തേന് ആയി കിട്ടുമോ? അപ്പം ഞാനണ്ട് വെക്കും. ഉമ്മ ഒരു ദിവസം എനിക്ക് ഒഴിഞ്ഞു തരേ. എൻ്റെ പൊന്നാരുമ്മ പ്ലീസ്, നിങ്ങൾ ആ പണിക്ക് നിൽക്കല്ലേ. കാരണം ഒന്ന് മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാൽ മതി. ഇവളെ അടുക്കളയിൽ കയറി വിരകി ഉപ്പിട്ട് ആകെ മുളകും വാരിട്ട് പിന്നെ അത് തിന്നാൻ കഴിയൂല. ആഷി, ഈ ഓൾ അങ്ങനൊന്നും പറയല്ലേ. ഓളൊക്കെ ഉണ്ടാക്കി പഠിക്കേണ്ട പെൺകുട്ടി തന്നെയാണ്. കാരണം ആരാൻ്റെ പെരേക്ക് പോയി കണ്ടിതല്ലേ.
അപ്പോൾ ഓൽക്കത് മട്ടത്തിന് ഉണ്ടാക്കി കൊടുക്കണ്ടേ? എൻ്റെ പൊന്നാരുമ്മ, നിങ്ങൾ പരീക്ഷണത്തിന് ഇവിടെ കൊടുക്കരുത് കേട്ടോ. ഇവിടെ കൊടുത്താലേ നമ്മൾ പട്ടിണിയായി തീരും. ആഷിക്ക ഒന്ന് പോകുന്നുണ്ടോ? ഓ, എന്നെ കളിയാക്കാണ്. അല്ല എൻ്റെ പെണ്ണെ, എന്നാ നീ ഉണ്ടാക്ക്. അതേ, ഇക്കാക്ക് അളിയനെ വിളിച്ചോ കേട്ടോ, വിളിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്ക്. എങ്ങനെയുണ്ട് അറിയാലോ. ഓ, ആദ്യം ഉണ്ടാക്കൂല. ഉസ്താദിന് വേണ്ടി ഞാൻ ഉണ്ടാക്കൂല. അതെന്താ? അപ്പം ഞങ്ങളാണ് നിൻ്റെ പരീക്ഷണ വസ്തുക്കൾ അല്ലേ? എന്താടി, നിൻ്റെ ഉസ്താദിന് നീ ഉണ്ടാക്കി കൊടുത്തൂടെ? ആയി, അതിലെങ്ങാനും ഉപ്പോ മുളകൊക്കെ കൂടിക്കഴിഞ്ഞാലേ അല്ലാ, എൻ്റെ പാചകം അറിഞ്ഞിട്ട് എൻ്റെ അഭിയുസ്ത തന്നെ കൊല്ലും. എന്തിനാണ് ഇക്കാക്ക വെറുതെ ആ സാധുവിനെ പരീക്ഷിക്കണേ? ഓ, എന്നാലേ നീ അവിടെ പോയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇവിടെ നിന്ന് വെറുതെ ഉണ്ടാക്കി വഷളാക്കാൻ നിൽക്കണ്ട. ആങ്ങളും പെങ്ങളും അതും ഇതും പറഞ്ഞ് അങ്ങനെ അത് നേരെ ബാങ്ക് കൊടുക്കുന്നു. എൻ്റെ പൊന്നാര മക്കളെ, ബാങ്ക് കൊടുക്കണില്ല, കേൾക്കണ നിങ്ങളെ വർത്താനം നിന്നും തീർന്നില്ലേ? വേഗം പോയിക്കാണ് നിസ്കരിക്കാനേ. മോനെ, പള്ളി പോയിക്കോ. എൻ്റെ പൊന്നാരമ്മായി കാന്താരി പെണ്ണിനോട് സംസാരിച്ചിരിക്കുമ്പോഴേ സമയം പോകണ അറിയണില്ല. അങ്ങനെ ഏതാ ഐഷു ഉള്ളൂഹ് ചെയ്ത് നേരെ അവളുടെ റൂമിലേക്ക് പോയി. മുസല്ല നിർത്തി അവൾ നിസ്കരിച്ചു. ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്നു. ഒരു നിമിഷം ഫോൺ എടുക്കുവാൻ വേണ്ടി അവൾ നിൽക്കുന്നു. ഏതായാലും പഠിക്കാനുള്ളത് കൂടി പഠിച്ചിട്ടാവാം. എന്നാൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇതൊരുപാടങ്ങ് ലേറ്റായി, പിന്നെ പഠിക്കാൻ കഴിയൂല. അവൾ അതാ പഠിക്കാനുള്ളത് പുസ്തകമെടുത്ത് മുന്നിലേക്ക് വെച്ചോ. ഇല്ല, കഴിയുന്നില്ല. പഠിച്ചോനെ, ഷഫീഖ് ഉസ്താദിൻ്റെ വിഷയമാണ് ഫിഖ്. റബ്ബേ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. അവൾ അത് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പുസ്തകത്തിൽ തെളിഞ്ഞു വരുന്നു ഹബീബ് ഉസ്താദിൻ്റെ മുഖം. പിന്നെ അവൾക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, എനിക്കിത് തലയിൽ കയറുന്നില്ലല്ലോ. അവൾ ആ പുസ്തകം പതുക്കെ മടക്കി വെച്ചു. ആ ഫോണിലേക്ക് അവളുടെ കൈകൾ നീണ്ടു. പഠിച്ചിട്ട് ഫോൺ എടുക്കുള്ളൂ എന്ന് ഞാൻ ഒരു നിമിഷം ഉറപ്പിച്ചതാണ്. പക്ഷെ കഴിയുന്നില്ല. ഈ ഫോൺ കാണുന്ന സ്ഥലത്ത് വെച്ചാൽ അറിയാതെ എടുത്തു പോവുകയാണ്. എന്താ ഞാൻ ചെയ്യുക? എത്ര ഒളിപ്പിച്ച് വെച്ചാലും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ ഞാൻ പഠിക്കുകയാണെന്ന് വിചാരിച്ച് ഹബീബ് ഉസ്താദ് എന്നെ വിളിക്കാതിരിക്കുകയായിരിക്കും. പക്ഷേ ഓൺലൈനിൽ ഉണ്ടോ നോക്കാലോ. അവളതാ ഫോൺ എടുത്തുകൊണ്ട് വാട്സപ്പ് ഓൺ ചെയ്യുന്നു. പഠിച്ചോനെ, ഓൺലൈനിലുണ്ട്. ഓ, ഒരു ഹേർട്ട് ഇട്ടിട്ടുണ്ടല്ലോ. പഠിച്ചോനെ. അപ്പോഴിതാ ഒരു സ്റ്റിക്കർ. അസ്സലാമു അലൈക്കും. ഒരു നിമിഷം അവൾ വഅലൈക്കും അസ്സലാം. ഐഷു, പിണക്കം മാറിയോ? ഞാൻ പിണങ്ങിയില്ലല്ലോ. ഇല്ല പിന്നെ. പിന്നെ ആരാ പിണങ്ങിയത്? ഞാനോ? സത്യം പറയടി, എന്തിനു പിണങ്ങിയത്? ഒന്നുമില്ലേ. സത്യം പറയണം, നീ എന്തിനോട് പിണങ്ങിയത്? ഞാൻ പിണങ്ങിയില്ലെന്ന് പറഞ്ഞില്ലേ. ഐഷു, നീ കളവ് പറയണ്ട. എനിക്ക് നിൻ്റെ മുഖം കണ്ടാലറിയാം. അല്ല, എന്തിനായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത്? എനിക്ക് പഠിക്കേണ്ട ആവശ്യത്തിന്. ഓ, അങ്ങനെ. ഞാനതിന് വിളിച്ചില്ലല്ലോ. വിളിച്ച സമയം പഠിക്കണ സമയമല്ലല്ലോ. അതല്ല, എന്തൊക്കെ സുഖമല്ലേ? റാഹത്തല്ലേ? എന്താ, പഠിച്ചു കഴിഞ്ഞോ? പഠിക്കാൻ നിൽക്കുമ്പോഴേക്കും നിങ്ങളെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരില്ലേ? പിന്നെ എനിക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും? ഓ, അങ്ങനെ. എന്താ, ഞാനിന്ന് വരണോ? അവളുടെ മനസ്സിൽ 1000 പൂക്കൾ വിരിഞ്ഞു. പക്ഷേ വരണമെന്ന് പറയുന്നത് അതൊരു മോശമല്ലേ? കുറച്ചൊക്കെ അതിൻ്റേതായ രീതിയിൽ നിൽക്കണമല്ലോ. ഇന്ന് വരുന്നു വേണ്ട, അവൾ എടുത്ത പാടെ പറഞ്ഞു. അതെന്താടി? അല്ല, ഇന്ന് വരണ്ട. പിണക്കായിരിക്കില്ലേ? പിണക്കായിട്ടൊന്നല്ല, ഇന്ന് വരണ്ട. ഓക്കെ, എന്നാൽ 2 ദിവസം കഴിഞ്ഞ് വരാം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെന്തൊക്കെ, സുഖമല്ലേ? എന്താ ധൃതിയിലെങ്ങോട്ടാ പോകുന്നത്? അല്ല, ഉമ്മ വിളിക്കുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ താഴേക്ക്. ഓ, അപ്പോൾ ഇന്ന് വരില്ലല്ലോ? ഇല്ല, ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ കാത്താൽ മതി കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അങ്ങനെ അവരുടെ ചാറ്റിംഗ് എല്ലാം കഴിഞ്ഞ്, വോയിസ് മെസ്സേജും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അതാ അവൾ ഫോൺ നോക്കിയപ്പോൾ ഇല്ല, ഓൺലൈനിൽ നിന്ന് പോയി. ഒരു നിമിഷം ഐഷുവിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ, 2 ദിവസമായിട്ട് പിണക്കായിരുന്നു. പാവം, എന്തൊക്കെയോ ഞാൻ. അവൾക്ക് അന്നത്തെ ദിവസം നല്ല സങ്കടം വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, എന്നാലും എന്നോട് പറഞ്ഞത് 2 ദിവസം കഴിയട്ടെ എന്നല്ലേ? സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് കൂടുതൽ അദ്ദേഹത്തോട് സ്നേഹം തോന്നുകയാണ്. ഇന്നലെ വരെ ദേഷ്യവും സങ്കടമായിരുന്നു. പക്ഷേ ഇന്നെനിക്ക്
ഹബീബ് ഉസ്താദിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നാണ്. അതെ, ഞാൻ 2 ദിവസം അദ്ദേഹത്തോട് മിണ്ടാതിരുന്നപ്പോൾ ആ വിഷമെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചൊന്ന് കരയണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഇന്ന് വരില്ല, 2 ദിവസം കഴിയുമത്രേ. സത്യം പറഞ്ഞാൽ സങ്കടത്തോടെ അവൾ ആ റൂമിലിരുന്നു. ആ ഇരുട്ടിൽ അവളുടെ കണ്ണുനീർ തുള്ളികൾ കവളിലൂടെ ചാലിട്ടൊഴുകി. ഹബീബ് ഉസ്താദേ, മാപ്പ്, എനിക്ക് മാപ്പ് തരണം, അവൾ മനസ്സുകൊണ്ട് പറഞ്ഞു. അല്ലാ, ഹബീബ് ഉസ്താദ് ഒന്ന് വന്നിരുന്നെങ്കിൽ. അവൾ ഒരു നിമിഷം വിചാരിച്ചു, ഇല്ല, ഞാൻ 2 ദിവസം ഉസ്താദിനെ ബുദ്ധിമുട്ടാക്കിയില്ലേ, അതിനു പകരമായിട്ട് 2 ദിവസം എന്നെ ഒറ്റപ്പെടുത്തുമായിരിക്കും. അവൾ കണ്ണീരോടെ പുറത്തെ ജനലിലൂടെ നോക്കി. അതെ, നല്ല ഇരുട്ടാണ്. പക്ഷേ മാനത്തൊരു അമ്പിളിയതാ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു പൂർണ്ണചന്ദ്രനെ കണ്ടപ്പോൾ ഹബീബ് ഉസ്താദിൻ്റെ മുഖം പോലെ അങ്ങ് അവൾക്ക് തോന്നി. അതെ, എൻ്റെ ഉസ്താദിൻ്റെ മുഖം ഇതുപോലെ പ്രകാശപൂരിതമാണല്ലോ, മാഷാ അല്ലാ. അതെ, അവൾക്ക് പെട്ടെന്ന് തൻ്റെ ഉസ്താദിനെ ഒന്ന് കാണണമെന്ന് തോന്നി. പക്ഷേ 2 ദിവസം വെയിറ്റ് ചെയ്യണം, അല്ലാത്തപ്പോൾ പിന്നെ ക്ലാസ്സിലിരുന്നാണ് കാണാം. അവിടെയാകുമ്പോൾ പിന്നെ മര്യാദക്കൊന്ന് നോക്കാൻ പോലും പറ്റില്ല. കുട്ടികളുടെ കളിയാക്കലും ഹാദിയുടെ ആ നോട്ടവും എല്ലാം കൂടി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഐഷുവിന് 2 ദിവസം ഹബീബ് ഉസ്താദിനോട് പിണങ്ങിയതിൻ്റെ ആ ഒരു സങ്കടം തീർക്കാൻ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. അല്ലാ, ആരാ? ആഷിയായിരിക്കും. എന്താഷി? ആഷി എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തിനേയും വിളിക്കായിരിക്കും കച്ചറ കൂടാൻ. വാതിൽ തുറക്ക്. ആഷി, ഞാൻ തുറക്കില്ല. എന്തിനാ എന്നെ ദേഷ്യം പിടിപ്പിക്കാമല്ലോ എനിക്ക്. തുറക്ക് പെണ്ണേ. ആ ഒരു ശബ്ദം എവിടെയോ കേട്ട പോലെ അത് അവളുടെ ചെവിയിലേക്ക് അതങ്ങ് അലിഞ്ഞു ചേർന്നു. ഐഷു, തുറക്ക് പെണ്ണേ. വീണ്ടും ആ ഒരു ശബ്ദം. ഒരു നിമിഷം അവളുടെ ശരീരത്തിലൂടെ എന്തൊക്കെയോ ഒരു വിറയൽ അനുഭവപ്പെട്ടു. അതെ, അത് ആഷിയുടെ ശബ്ദമല്ലല്ലോ. അവൾ പതുക്കെ ആ വാതിലിനരികിലേക്ക് നടന്നു. മാഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നെ പറ്റിക്കായിരുന്നല്ലേ. അപ്പോൾ ഞാൻ നിന്നോട് ചാറ്റ് ചെയ്ത് വിളിച്ചതൊക്കെ എവിടെ നിന്നാണ് വിചാരിച്ചത്? ഇങ്ങോട്ട് വരികയായിരുന്നു വേണ്ടേ? സത്യമായിട്ടും ഉസ്താദേ, സത്യമാണോ? അതെ പെണ്ണേ. അവളുടെ പുഞ്ചിരിച്ച ആ ഒരു കവിളിലൂടെ കണ്ണുനീർ തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് ഉസ്താദ് കണ്ടു. ഉസ്താദ് ഐഷുവിനെ വാരിപ്പുണർന്നു. അതെ, അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു. എൻ്റെ ഉസ്താദേ, ഐഷു, എൻ്റെ ഐഷു. അദ്ദേഹം അവളെ തലോടിക്കൊണ്ടിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ദയവായി നിങ്ങൾ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള അതൊന്ന് പ്രസ് ചെയ്യുക. എന്നാൽ ഇതിൻ്റെ ബാക്കി കഥകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അല്ലാ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ചെയ്യാൻ അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.